ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന ഒരു ദൈവവചനം നിങ്ങളുമായി പങ്കിടട്ടെ. ആരാധനയിൽ ഉള്ള വിടുതൽ. അപൂർണമായ ആരാധന ശാപത്തിലേക്ക് നമ്മെ നയിക്കുമെങ്കിൽ പൂർണ്ണതയുള്ള ആരാധന വിടുതലിലേക്കും നമ്മെ നയിക്കും. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പുഷ്ടി നിമിത്തം നുകം തകരും. നമ്മുടെ ദൈവം ആരാണെന്നോർത്ത് ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ തൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തു വേണം നാം നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ. ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ആരാധനകളിലും കൂടിവരവുകളിലൊക്കെ നാം കടന്നു പോകുമ്പോൾ ദൈവമക്കളെ ഒട്ടും പിശുക്കണ്ട കേട്ടോ. ആ നാമത്തിന് തക്ക മഹത്വം എങ്ങനെ നമുക്ക് കൊടുക്കാമോ അങ്ങനെ കൊടുത്ത് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവവചനത്തിൽ നിന്ന് ഒരപൂർണതയുള്ള ആരാധനയും പൂർണ്ണമായ ഒരു ആരാധനയിലെ വിടുതലും നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് യഹോവയായ ദൈവം വളരെ അടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്നു, നീ അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അബ്രഹാം ഇതൊക്കെ കൊണ്ടുവന്നു. യഹോവയായ ദൈവത്തിന് യാഗം കഴിച്ചു. പക്ഷെ അവിടെ കാണുന്നു, പക്ഷികളെയോ താൻ പിളർന്നില്ല. ലേവ്യ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, പക്ഷികളെ ചിറകോടുകൂടെ പിളർക്കണം. ആരാധനയിൽ യാഗത്തിൽ അപൂർണത സംഭവിച്ചതുകൊണ്ട് അതിന്റെ 2 വാക്യം താഴെ ഇങ്ങനെ കാണുന്നു, യഹോവയായ ദൈവം പറയുകയാണ് അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി പാർക്കും. അവർ നിന്റെ സന്തതിയെ പീഡിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. 430 വർഷം അത് സംഭവിച്ചു. ദൈവജനമേ, നമ്മുടെ ആരുടെയും ആരാധനകളിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ആരാധനകൾ ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും നാം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വ്യക്തിയെ, 2 വ്യക്തികളെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ കാണുന്നു, 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും അവരെ പിടിച്ചു കൊണ്ടുപോയി അടിച്ച് മുറിവേൽപ്പിച്ച് അവരെ വലിച്ചിഴച്ച് കാരാഗ്രഹത്തിലാക്കി. ആ രാത്രി ശരീരത്തിൽ പല മുറിവുകൾ ഉണ്ടായിരുന്നിട്ടും ഹൃദയത്തിലും മുറിവുകൾ കാണുമായിരിക്കാം. അവർ ആ രാത്രി ദൈവത്തെ പാടി ആരാധിച്ചു. അവര് നല്ല ശക്തിയോടെയാണ് ദൈവത്തെ പാടി ആരാധിച്ചെന്നുള്ള തെളിവെന്താണെന്നറിയാവോ? തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടത്തക്ക പോലെ ഒരാരാധന അവരവിടെ അർപ്പിച്ചപ്പോൾ അവരുടെ മാത്രം ചെങ്ങലയല്ല അഴിഞ്ഞു വീണത്, അവിടെ ഉണ്ടായിരുന്ന തടവുകാരുടെ ഒക്കെ ചെങ്ങല അഴിഞ്ഞു വീഴുകയും കാരാഗ്രഹ പ്രമാണിയും കുടുംബം രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാം ദൈവത്തെ ശക്തമായി നാം ആരാധിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും കൂടെ, നമ്മുടെ അടുത്തിരിക്കുന്നവര്, നമ്മളെ ശ്രദ്ധിക്കുന്നവര്, പലതരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നവര്, നിരാശകളിലൂടെ കടന്നു പോകുന്നവര്, സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ആരോടും തുറന്നു പറയാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്കും കൂടെ ഇതൊരു വിടുതലായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, ശാസ്ത്രിമാരിൽ ഒരുവൻ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത്? കർത്താവ് അവനെ സ്നേഹിച്ച് അവനോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവമക്കളെ, നമ്മൾ അങ്ങനെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുമ്പോണ്ടല്ലോ, ആ സ്നേഹം ഒരു ആരാധനയായി മാറും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, സ്വർഗത്തിലെ ഒരു ആരാധന അവിടെ കാണുന്നു. അവിടെ സർവശക്തനായ ദൈവത്തെ അവർ കുഞ്ഞാടിനെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുവാണ്. സർവശക്തിയുള്ള കർത്താവെ, സകല മഹത്വവും സകല ബഹുമാനവും സകല പുകഴ്ചയ്ക്കും കുഞ്ഞാടേ അങ്ങ് മാത്രം യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ അവർ ആരാധിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകൾ നമുക്ക് നമ്മുടെ ദൈവത്തിന് നാമത്തിന് തക്ക
അതിനൊക്കെ മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ആരാധനയിലുള്ള വിടുതലുകൾ നമുക്കും ഏറ്റെടുക്കാം. നമ്മോടൊപ്പം നമ്മളെ ശ്രദ്ധിക്കുന്നവർക്കും നമ്മളോടൊപ്പം ആയിരിക്കുന്നവർക്കും അതൊരു വിടുതലായി തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.